അപ്പൊ ഇന്ന് വൈകുന്നേരം അങ്ങാടിയിൽ ഒരേ സമയത്ത് 2 പാർട്ടിക്കാരുടെ പ്രസംഗം. കേട്ടു അങ്ങാടിയിൽ 2 കൂട്ടരുടെയും അനൗൺസ്മെന്റ് കേട്ടു. ഹായ്, എന്താ രസം. പൂരപ്പറമ്പിൽ ഇറങ്ങിയത് പോലെയല്ലേ. വൈകുന്നേരമായ യുദ്ധക്കളം. കുത്തും കൊലയും കൊടൽമാല കൊണ്ട് ഡെക്കറേഷനും നടക്കും. എന്റെ കർത്താവേ, പിരിയാൻ ഇനി 1.5 കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. അതൊന്ന് ഫാസ്റ്റ് അടിച്ചു തന്നാ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതിനെ അറിയാവുന്നതിൽ വടി തരൂല്ലോ. എന്നാ പിടിച്ചറാ വടി. ഞാൻ ഈ വടിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ സാറ തൊപ്പി ഞൂരിത്ത എന്നിട്ടൊരു തോക്ക് കൊടുത്തുക. ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി പട്ടാന്ന് വെടിവെച്ച് പണി ഞാൻ ഒപ്പിച്ചേരാം. അത് ഞാനെടുത്ത് തരണ. നീ ആ തോക്ക് ഇങ്ങോട്ട് എന്റെ നടുനിഞ്ച് നോക്കി ചറപ്പറാന്ന് 4-5 വെടി അങ്ങ് വെക്കടാ. സാർ തോക്കെടുക്കാൻ ഇതെടുത്താ കോട്ടേജ് കൊണ്ടുവച്ചേ. ഓ, ഈ 2 ഹെഡ് കോൺസ്റ്റബിൾമാര് കൂടി ഒപ്പിച്ച കുലുമാലിന്ന് എങ്ങനെയാ തടി ഊരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഇന്ന് ഇത്ര കിട്ടിയുള്ളൂ. നീ ഏത് ശവത്തിന്റെ കണ്ണീന്നും മൂക്കീന്നും മാന്തിയതാടാ? അല്ല, ഇന്ന് ചന്തഹൗസ് ആയതുകൊണ്ട് പിള്ള സാറ് പറഞ്ഞൊരു പിരിവെടുത്തിട്ട്. അതെ, നീ ഇവിടുത്തെ ആരാ? അയ്യോ, അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ? അറിയാം. എടാ, ഇവിടെ ചില പോലീസുകാർക്ക് നേരും നെറിവും മനസാക്ഷിയും ഇല്ല. അതിന് അവര് പറഞ്ഞ ന്യായം ഞങ്ങള് പോലീസായി പോയിന്നാ. പോലീസ് അല്ലാത്ത നിനക്കെങ്കിലും ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? ചെല്ലേ. സാറാമേ, എല്ലാ തവണത്തെ തെങ്ങും തൈ പോലെ അല്ല ഇത്. മുറ്റത്ത് വെച്ചാ അപ്പ കായ്ക്കും. അയ്യോ, എന്നാ വേഗം കൊണ്ടുപോയി പുറത്തു വയ്ക്കേ. നിങ്ങളുടെ തലയിൽ എന്താ മനുഷ്യ? തൊപ്പി. ആ, അതിന്റെ താഴെ എന്താന്നാ ചോദിച്ചത്? പിന്നാക്ക്. എന്താ? ഭരണിയിലെ കാര്യം പറഞ്ഞതാ. അതെ, കുറച്ചുകൂടെ കഴിയുമ്പോ ഈ തൊപ്പി അവരങ്ങോട്ട് ഊരി മേടിക്കും. പിന്നെ കേറി കിടക്കാൻ കോട്ടേഴ്സ് കാണില്ല. 20 സെന്റ് സ്ഥലമുള്ളത് 25 കിലോമീറ്റർ ദൂരെയാ. കണ്ണി കണ്ട തൈയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കും. അത് വാടി ഉണങ്ങി പോവുകയും ചെയ്യും. ഉത്തമ, പെണ്ണ് പ്രായം തികഞ്ഞ് വരികയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കട്ടാ. എന്ത്? പെണ്ണ് പ്രായം തികഞ്ഞു വന്നു എന്നുള്ളത്. മനുഷ്യ, എന്താ? നിന്റെ വീട് പണിയോടം വരെയായി. എന്റെ വീട് പണിയാ? നിങ്ങളുടെ അല്ല, ഇവന്റെ. പെയിന്റിങ്ങിന്റെ പണി ഏകദേശം കഴിയാറായി. പിന്നെ വയനാട്ടിൽ ഒരു കൂപ്പിൽ ഏലത്തിനെടുത്തുണ്ട്. അത് കഴിഞ്ഞോണം മരപ്പണി തുടങ്ങാൻ. AC പണി കഴിഞ്ഞു. പിന്നെ ഫ്ലോറിങ്ങിന്റെ പണി തുടങ്ങാൻ നല്ല ഇറ്റാലിയൻ മാർബിൾ കിട്ടാനില്ല. ASI ചെറിയാൻ സാറിന് കേറി കിടക്കാൻ വീടില്ല. പിന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചായ കൊണ്ട് കൊടുക്കണം. എന്റെ കാര്യം ഒരു പൊരത്തറ കെട്ടിയിട്ടുണ്ട് ചേച്ചി. അത് തന്നെ വലിയ കാര്യം. അയ്യോ, നിന്റെ ഊണ് കഴിഞ്ഞില്ലേ? തുടങ്ങിട്ടേ ഉള്ളൂ. അമ്മോ, എനിക്ക് ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ണാം. എന്താ ചെയ്യാ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണ ഒരു ഉണ്ണാമൻ. പാത്രം അവിടെ വെച്ചിരിക്ക. പാത്രം കണ്ട അപ്പ വന്നിരിക്കും പിശാശ്. റോസിയ, ഇപ്രാവശ്യം 10ാം ക്ലാസ് ആണ്. പത്രത്തിൽ പടം വരുത്തിക്കണം. പടം വരും. ഇവിടെ ഏതെങ്കിലും കോന്തന്റെ കൂടെ ഓടി പോകുമ്പോ പടം വരും. അതൊന്നുമല്ല, അവൾക്ക് ഇപ്രാവശ്യം റാങ്ക് അല്ലടി. എന്താ? മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇതിന്റെ അല്ലേ വിത്ത്? അതൊന്നുമല്ല, ഇപ്രാവശ്യം അവൾ അപ്പച്ചനെ ഞെട്ടിക്കും. എന്ത് കുമ്പളം കുത്തിട്ട? ഇന്ന് എന്താ ഓട്ടോറിക്ഷയിൽ ഒരു എഴുന്നള്ളിപ്പ്? അതിനും ഒരു സംഖ്യ മുടിപ്പിക്കോ? പോലീസുകാരുടെ പിള്ളേർക്ക് എന്തിനാ സാറേ കാശ്? രാവിലെ ബസ്സിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ അവർക്കൊരാഗ്രഹം വൈകുന്നേരം ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോരണമെന്ന്. ഞാൻ ആ ജോസിന്റെ വണ്ടിയുടെ ചാവി ഇങ്ങോട്ട് വാങ്ങി. തരില്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അവന്റെ പേരിൽ പെറ്റി കേസ് 3. പിള്ളേരും ഹാപ്പി. അപ്പൊ നീയും ഹാപ്പി ആയിക്കോ. എന്നെ സാറേ വിശേഷം? ഇന്ന് ശമ്പള ദിവസല്ലേ? ഞാൻ ആ ബാക്കി പിരിവ് കൂടി നടത്തട്ടെ. ആ സാറന്മാരെ, മാസം 1-ാം തീയതിയാണ്. ആ പിരിവുകളൊക്കെ ഇനി കിട്ടിയിരുന്നെങ്കിൽ. നീ നാളെ എന്റെ 100 രൂപ എന്ത് ചെയ്ത്? എന്റെ പിള്ള സാറേ, നമ്മള് തമ്മിലൊരു പിടിവലി എന്നാത്തിനാ? ഉത്തമോ, മാസം തികയുമ്പോ അനക്കുകൊള്ളാം. എന്നാ സാറേ, ഞാൻ പെറുവോ? ഇവിടത്തെ പിരിവ് പോരാഞ്ഞു ക്വാർട്ടേഴ്സിലത് വേറെ. ഈ പോലീസ് സ്റ്റേഷനിലെ പണിയൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും സാറേ? ഇവിടത്തെ പണി പോരാഞ്ഞിന്റെ ക്വാർട്ടേഴ്സിലെ പണി, പിന്നെ നാട്ടിലെ പണി, ഇവിടത്തെ ജീപ്പ് ഓടിക്കണം, പാസ്പോർട്ട് എൻക്വയറിക്ക് പോകണം, പ്രതികളെയും കൊണ്ട് കോടതിയിൽ പോകണം. ഇനി ഏതെങ്കിലും പ്രതികളെ കിട്ടാതെ വന്ന പകരം ഞാൻ ഇതിനകത്ത് കയറി കിടക്കണ്ടേ സാറേ? ഓ, അതിനിപ്പോ നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കേണ്ടി വന്നിട്ടില്ല. ട്രെയിനിങ്ങും അതിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ട്രാൻസ്ഫറേ ഇല്ല, റിട്ടയർമെന്റും ഇല്ല സാറേ. സാറൊക്കെ ഒരു 55 കഴിയുമ്പോ തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരിക്കണ്ടേ? ഉത്തമം മരിക്കുന്നവരെ പോലീസാ. നീ താണ്ടാ പോലീസ്? അതെ സാർ, ആയുഷ്കാല പോലീസ്. സാറേ, ഒരു സംശയം കുറെ ദിവസമായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. എന്തൊരു? സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ IGക്ക് കണ്ണില്ലായിരുന്നല്ലേ? അല്ല, ഈ നീളത്തിലോരത്തിന് പോലീസിനെ എടുത്തോണ്ട് ചോദിച്ചാ? എടോ, അവനെ കണ്ടു പഠിക്കണം. ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടന്ന് മഞ്ചാടിക്കുന്നിന്റെ നിറയില് 5 സെന്റ് മണ്ണും അതിലൊരു പുരത്തറയും അവൻ സ്വന്തമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. കാത്തിരിക്കാൻ മഞ്ചാടിക്കുരു പോലൊരു പെൺകുട്ടി. കള്ളൻ ഓട്ടക്കൈയാണല്ല.
10 കാശ് കയ്യിൽ നിൽക്കില്ല. വാരിക്കോരി കൊടുത്തേ ശീലമുള്ളൂ. സത്യം ഇത് ഏടന്ന് പഠിച്ച്. അതിരിക്കട്ടെ, ആയുസിന്റെ കാര്യം എന്തൊരു പറയണ്? നാട്ടുകാരുടെ ബുദ്ധിമോശം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോണ്. വേണ്ട വേണ്ട, എന്ത് ആയുസ് വേണ്ടെന്നാ? കാമഡി വേണ്ടാന്ന്. ആയുസിന്റെ കാര്യം എന്തൊരു പറയണ് കൊച്ചെ? 100 അടുത്ത് ആയുസുണ്ടെന്ന രേഖയിൽ കാണുന്നേ. ദാനധർമ്മങ്ങൾ കൊണ്ട് കൂട്ടിക്കിട്ടാനും മതി. ഭാഗ്യവാനാണ് ഏട്ടാ. നീ ഒന്ന് ഒളിച്ചു വയ്ക്കാതെ ഫലങ്ങളൊക്കെ നേരെ ഇങ്ങോട്ട് പറ. പിള്ളേരൊക്കെ എങ്ങനെ? പിള്ളേരൊക്കെ കുറച്ച് കഴിയുമ്പോ അച്ഛനെ എടുത്തിട്ട് ഇടിക്കും. അത് മൂപ്പര കയ്യിലേക്കേ കാണൂല, മക്കളെ കയ്യിൽ പോയി നോക്കി. നടക്കട്ടെ. ഇവിടെ ഇപ്പൊ എന്തൊരു നടക്കണം എന്തൊരു നടക്കണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവര് തീരുമാനിക്കും. നിനക്ക് പന്തലോണോടെ? അല്ല, ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനാ. ഈ നാട്ടുകാരനല്ലേ? അല്ല. അതാ സംഗതി പൊടി കിട്ടാത്തത്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ രണ്ടാളുണ്ട്. അപ്പൊ ASI ഓ, അതില് വലിയ കാര്യമൊന്നുമില്ലടേ. ഇത് മാനത്തേക്ക് വെടിവെക്കുന്നത് പോലെ ഒരു കാക്കയ്ക്കിട്ട് കൊള്ളാനല്ല. കാക്കന്മാരെ പറ്റി സംസാരിക്കരുത്. കാക്കമാരല്ല, കാക്ക കാക്ക, കറുത്ത നിറത്തിലൊരു പച്ചി. ഇവരുടെ കൈയൊക്കെ എങ്ങനെ? വല്ല ഭാവിയുണ്ടോ? അത് പോലീസുകാരന്മാർക്ക് അതൊരു ഭാവിയുടെ ഏറിയ ഒരു ഏട്ട് മൂത്ത ഒരു ASI തീർന്നു. ഇപ്പൊ പിന്നെ ക്രിമിനൽസിനല്ലേ ഭാവികള്. കാട്ടുള്ള വീരപ്പന് വരെ MLA MP അല്ലെ പിന്നെ മുഖ്യമന്ത്രി വരെ ആവാം. പോലീസുകാർക്ക് ഭാവിയുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. നോക്ക്. പത്മനാഭൻ പിള്ള, സൺ ഓഫ് പത്മലോചനൻ പിള്ള, ഹെഡ് കോൺസ്റ്റബിൾ, തിരുവനന്തപുരത്ത് പട്ടത്ത് വീട്. ഈ പുല്ലാരംകുന്ന് സ്റ്റേഷനിൽ വന്നിട്ട് 2 വർഷം 3 മാസം 4 ദിവസം സുഖവാസം. ആമേ റൈറ്റ്? എന്റെ ശ്രീമപ്പനാവാ, ഇത് രേഖയല്ല. പേരും അഡ്രസ്സും ഒക്കെ സർവീസ് ബുക്ക് വായിക്കും പോലെ വായിച്ചു കളഞ്ഞത്. എന്റെ കൈയോട് നോക്കി. കെ ഇസ്മായിൽ സൺ ഓഫ് അബ്ദുൽ ഹാജി, കോഴിക്കോട് കടലുണ്ടി സ്വദേശി. പോലീസിലാണെങ്കിലും കാര്യമായ ജോലി, വെള്ളമടി. വേണ്ടാത്തൊന്നും പറയാതെ മക്കളുണ്ടാവോ? അയ്യോ, അത് നാട്ടുകാർ ചെയ്യേണ്ട പണിയല്ലല്ലോ. ഇങ്ങനെ വെള്ളമടിച്ച് ബോധമില്ലാതെ പോത്തുപോലെ കിടന്ന് ഉറങ്ങിയാൽ ഇങ്ങനെയൊക്കെ തന്നെ പോകും. നമുക്ക് ശരിയാക്കാം. ഇയാൾ ഇതെന്തിന് കാണിക്കണത്? പോലീസിൽ നിന്ന് പിരിഞ്ഞാ പിന്നെ കഥകളി കാണിച്ച് ജീവിക്കാമെന്ന. ASI ചാക്കോ ചെറിയാൻ അല്ലേ? കയ്യു മാത്രമല്ല, ഓ മുഖലക്ഷണം നോക്കി പേരും അഡ്രസ്സും വരെ പറയും. എന്താ പേര്? ജയരാജ്. ഈ എന്തിനാണോ പറയണോ? ഓന്റെ പേര് പിടിച്ചില്ല. എന്തരല്ലേ നിന്റെ പണി? പോലീസിലാ. കൈനാട്ടങ്ങളെ എന്നെ അല്ല, SI യാ. ഇനി നിങ്ങളൊക്കെ സഹകരിച്ചാൽ കുറച്ചു കാലം ഇവിടെ കാണും. അതിനാ വന്നത്. എന്റെ ശങ്കരനാരായണ, കാണേണ്ടതായിരുന്നു ഇവിടത്തെ പൂരം. അങ്ങനെ വന്ന പാടെ വിറപ്പിച്ച് കളഞ്ഞില്ലേ. പിന്നെ ഓരോരുത്തർ എടാ തെക്കുവടക്കെ നിന്റെ പുതിയ SI ഞെട്ടിച്ചാണല്ലോ വരവ്. അതെ, അതിനാണല്ലോ പോലീസ്. ഞെട്ടിക്കും, നിങ്ങളൊക്കെ ഞെട്ടുകയും ചെയ്യും. ഈ പുല്ലൂരാങ്കുന്നിൽ ഏതൊക്കെ SI മാര് വന്നു പോയടോ. സണ്ണി ചായന്റെയോ അലക്സിയുടെയോ ഒരു അത്താഴ വിരുന്ന്. പിന്നെ വാലും മടക്കി തറയിലിരിക്കും. അവരിയ്ക്കുന്ന കസേരയുടെ 7 അടി ദൂരെ. എല്ലാരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. ചിലര് ഈ പറഞ്ഞ തമ്പ്രാക്കന്മാരുടെ തലയിൽ കയറിയിരുന്ന് തൂരും. ഓടാടന്ന്. അയ്യേ, SI സാറിന്റെ അമ്മ. നേരം കൊറേയായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. എന്നെ മറന്നു പോലെ എന്നൊന്ന് പറഞ്ഞേക്കണേ. അമ്മയ്ക്ക് അകത്തോട്ടിരിക്കാം. അയ്യോ വേണ്ട, ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേൾക്കുന്നത് പേടിയാ. നിങ്ങൾക്ക് പോലീസുകാർക്ക് അതില്ലെങ്കിലും. ഞാന് പിന്നെ പോലീസല്ല. ഇത് നിങ്ങളുടെ SIയുടെ അച്ഛനും പറയാറുള്ളതാ, IG വരെ ആയിട്ടും. അവനും പറയാറുണ്ട്. ഒന്ന് പറഞ്ഞേക്ക്, കാറിൽ ഒരു തള്ള, അതും ശ്വാസം മുട്ടല ഇരിക്കുന്നുണ്ടെന്ന്. അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പുണ്ട്, പക്ഷെ പലരും സ്ഥലത്തില്ല. അവരൊക്കെ നിങ്ങളുടെ ഗതികേട് എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയാം. കഴിയുന്നതും ഒരാൾ പോലീസ് ആവാതിരിക്കുക. ഇതൊരു എളുപ്പമുള്ള പണിയല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ ഒന്നാണിത്. മനസ്സിലായോ? സാർ, സല്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വിളിപ്പേരുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളൊക്കെ പോലീസാണ്, ഒന്നാണ്. ഓക്കെ സാർ? സാറിന്റെ മീശ. സാർ, അമ്മ പറഞ്ഞു മറന്നു പോണ്ടെന്ന്. ഇത് കോമ്പൗണ്ടാ. നമുക്ക് ആ ക്വാർട്ടേഴ്സ് ഒക്കെ ഒന്ന് കാണണം. വെള്ളം വെക്കി നോട്ടീസ് പോടാ. ഓ,
കോഴിനെ കോട്ടേഴ്സിൽ കൊണ്ടു കൊടുക്ക്. പിടികിട്ടാ പുള്ളികളാ. നിക്കട അവിടെ. കോട്ടേഴ്സ് അവിടെ അല്ലേ? ഒറ്റ അടി ഞാൻ എവിടെ പോയി? വണ്ടിയുടെ മനസ്സിലായി. ചാവി വേണോ അല്ലേ? പച്ചോ വാങ്ങാൻ ആള് വരും, ഉടമസ്ഥൻ. വണ്ടിയുടെ മാത്രമല്ല, ഈ നാടിന്റെ. അതിൽ ഈ പോലീസ് സ്റ്റേഷനും പെടും. പോലീസ് സ്റ്റേഷന് ഒരു ഉടമസ്ഥനം? ചെറിയ ചേട്ടാ, ഇത് പ്രൈവറ്റ് പോലീസ് സ്റ്റേഷനാണ്. അത് പിന്നെ ഈ ഓ മനസ്സിലായി. അപ്പൊ ശരി, ആള് വരട്ടെ, ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. ഇതിവിടെ ഇരിക്കട്ടെ. വാടാ. കാലക്കി സാറേ. എന്റെ ദൈവമേ. ക്വാർട്ടേഴ്സിലേക്ക് പോവാ. നീ എവിടേക്കാ പോണേ? ക്വാർട്ടേഴ്സിലേക്ക്. അതെ, നിന്റെ ഇവിടുത്തെ റോൾ എന്താണെന്ന് പുള്ളിക്കാരന് പിടികിട്ടിട്ടില്ല, നിന്നെയും പിടിച്ചിട്ടില്ല. എന്നാ പിന്നെ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് മാറി ഇന്നൂടെ പണ്ടാറം. അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു നരസിംഹ മീശയും മട്ടും. അതെ, എന്നെ പിടിച്ചിട്ടില്ലെന്നോ? എന്താ കാര്യം? എന്നാ നമുക്കത് നേരിട്ട് ചോദിക്കാം. മുഖം പൂത്തി ഞാനൊരു എന്തേടോ എന്റെ മുഖത്തൊരു വാട്ടം? അങ്ങോട്ട് പോയ ആവേശം കണ്ടില്ല, ഇങ്ങോട്ട് വന്നപ്പോ. ഏയ്, ഒരു SI രാജഗോപാല സാർ ഉണ്ടായിരുന്നില്ലേ? മീശയൊക്കെ പിരിച്ചു വെച്ച് കാക്കിയിട്ട് നെഞ്ചും പിരിച്ച് ലാത്തിയും കറക്കി ഒരു നടപ്പുണ്ടായിരുന്നു. എന്റെ പൊന്നോ, ആന എഴുന്നള്ളിച്ച് വരുന്ന പോലെ ഉണ്ടായിരുന്നു. ബീരാനൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നെ എന്തേ വന്നപ്പോ എന്തായിരുന്നു പുകില്? ഉത്തമനെ കണ്ണെടുത്താ കണ്ടൂടായിരുന്നു. പിന്നെ നമ്മുടെ അടവുകൾ ഓരോന്നായിട്ട് അങ്ങോട്ട് പയറ്റി കഴിഞ്ഞപ്പോ പിന്നെ എന്തായി? ഉണ്ണാൻ ഉത്തമൻ, ഉറങ്ങാൻ ഉത്തമൻ, തിരിയാൻ ഉത്തമൻ, എന്തിനിപ്പോ എടുക്കാൻ വരെ ഉത്തമൻ വേണമായിരുന്നു. പിന്നെ ഈ തോളത്ത് കൈയിട്ടുണ്ടല്ലോ ഈ അങ്ങാടിക്കൂടുള്ള നടത്തം വരെ. ഇത് ചെറുപ്പത്തിന്റെയാ? അല്ല, എന്നോട് വല്ലതും പറഞ്ഞ? ഇല്ല, അതല്ലേ അങ്ങേരുടെ വിവരക്കേട്. ഒരു സാമാന്യ മര്യാദയ്ക്ക് ആരാ എന്നൊന്ന് ചോദിക്കുക. സാർ, ഞാൻ ഉത്തമൻ എന്ന് ഞാനൊന്ന് പറയുക, അതല്ലേ എന്റെ ഒരു ശരി. ഇതൊരുമാതിരി റെയില് വിഴുങ്ങിയ പോലെ. നിങ്ങൾ കണ്ടോ ബീരാനക്ക? തുമ്പിയെ പിടിക്കുന്ന പോലെ ദാ ഇങ്ങനെ മെല്ലെ പുഷ്പം പോലെ പിടിച്ച് അതിന്റെ കുഞ്ഞു വാലൊരു നൂലും കെട്ടി ഇതിങ്ങനെയാണ് വിട്ട തുള്ളിക്കില്ലേ ഉത്തമൻ? ആളൊരു ശൂരനാന്ന് കേട്ട്. ആയിക്കോട്ടെ, പക്ഷേ വകതിരിവ് വേണം. ആളെ മനസ്സിലാക്കാനുള്ള കഴിവ് അത്രേ ഉള്ളൂ. വീഴ്ത്താമോ നീ ഉത്തമനൊന്ന് നോക്കട്ടെ. ബിരിയാണിക, ഒരു സ്പെഷ്യൽ ചായ, ഒരു സ്പെഷ്യൽ കാപ്പി, രണ്ടും വിത്തൗട്ട് ആയിക്കോട്ടെ. പഞ്ചസാര സെപ്പറേറ്റ് പൊതിഞ്ഞെടുത്തോ. പിന്നെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം, ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം. അമ്മയ്ക്ക് നാരങ്ങ വെള്ളം തന്നെ ആയിക്കോട്ടെ. കുളം എത്ര കണ്ടതാ? എത്ര കുളം കണ്ടതാ? പെട്ടെന്ന് എടുത്തോ. ഈ ക്വാർട്ടേഴ്സ് ഒക്കെ എന്താ ഇങ്ങനെ? അറ്റകുറ്റപ്പണികൾ ഒരുപാടുണ്ട്. നിങ്ങൾ തന്നെ താമസിക്കുന്ന സ്ഥലമല്ലേ? ഒരു റിക്വസ്റ്റ് എഴുതി അറിയിച്ചിട്ട് ആ സമയം വെറുതെ കളയാന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല. സുഹൃത്തിന്റെ വീട്ടില് കല്യാണത്തിന് പോണ മന്ത്രിക്ക് നടു റോട്ടില് പൊരി വെയിലത്ത് കാവൽ നിൽക്കുന്നത് മുതൽ രാഷ്ട്രീയക്കാര് തമ്മിൽ പക പോക്കാനും വെടിവെക്കാനും വരെ പോലീസ് വേണം. ആരെന്തൊക്കെ ചെയ്താലും നാട്ടുകാരുടെ ആട്ടും തുപ്പും ഒക്കെ പോലീസിന് തന്നെ. നമ്മുടെ കാര്യം നോക്കാൻ ആരുമില്ല. അങ്ങനെയൊന്നുമല്ല. മുറിബീഡിയും മുറി ട്രൗസറും ഉത്സവപ്പറമ്പിലെ നാടകങ്ങളിലെ കോമാളി വേഷമൊക്കെ പണ്ട്. ഇന്ന് അങ്ങനെയൊന്നും അല്ല. സാർ, ചായ വിത്തൗട്ടാ. ഷുഗർ കരുതിയിട്ടുണ്ട്. മധുരത്തിന്റെ അളവറിഞ്ഞൂടല്ലോ. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അധികം മധുരം കഴിക്കാതിരിക്കുന്ന നല്ലത്. ഒരൊറ്റ പ്രാവശ്യം പിടികിട്ടിയാൽ മതി, പിന്നെ പിടിച്ചോളാം. ചായയാണോ കാപ്പിയാണോ? കടുപ്പം കൂടുതലാണോ കുറവാണോ? എത്ര മധുരം? എനിക്ക് ചായ വേണ്ടെങ്കിലോ? വെള്ളമുണ്ട്. ചൂടാണോ തണുപ്പാണോ? രണ്ടും കരുതിയിട്ടുണ്ട്. പഞ്ചസാരയാ പൊതിക്കാൻ. ആളൊരു ശൂരനാണെന്ന് കേട്ടു. ആരാ? എല്ലാരും. അതല്ല, നമ്മളാരാ? ഉത്തമൻ. ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുപ്പം മുതലേ ചെറുപ്പം തൊട്ട് ഒരാളാവുമ്പോൾ ചെറുപ്പത്തിലും വരുന്നതാണല്ലോ ഉത്തമൻ. ഉത്തമൻ തന്നെയാണല്ലോ ഉത്തമൻ അല്ലേ? അത് ശരി. അപ്പൊ നാട്ടുകാരെ സേവിക്കാൻ പോലീസ്, പോലീസിനെ സേവിക്കാൻ ഒരു ഉത്തമൻ. കറക്റ്റ്. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. സുഹൃത്തെ, എന്താ നിന്റെ പ്ലാൻ? അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ? നാട്ടുകാരെ സേവിക്കാൻ പോലീസ്, പോലീസിനെ സേവിക്കാൻ ഞാൻ ഉത്തമൻ. തനിക്ക് വന്നേ.
വാ. പെട്ടെന്ന് ചിരി വരുമല്ലേ? ചിരിപ്പിക്കുകയും ചെയ്യും. ഇയാളെന്താ ഇവിടുത്തെ ആസ്ഥാന തമാശക്കാരനാണോ? ഏയ്, ഞാനൊരു തമാശക്കാരനെന്ന് എല്ലാരും പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല സാറേ. വായിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ വളിപ്പ് വിളിച്ച് പറയും. അത് കേട്ട് ഇവിടുത്തെ പോലീസുകാർ ചിരി ചിരി ചിരി. എന്താ സാർ ഇപ്പൊ ഇയാൾ ചിരിച്ചെന്തിനാ? സാറ് കലക്കി സാറേ. എനിക്ക് ഇഷ്ടായി. ഇവന്മാരുടെയൊക്കെ മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ പറ്റിയ പോലീസുകാർ സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല സാറേ. സാറ് ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് കുമ്പിട്ട് എടുത്താ മോനെ എന്ന് പറയണം. അവൻ അങ്ങോട്ട് കുനിയുമ്പോണ്ടല്ലോ അവന്റെ കുണ്ടലിനെ നോക്കിട്ട് ഒറ്റ കേറ്റാണ് കൊടുക്കണം സാറേ. ഉത്തമ. ഓ ഉത്തമൻ ഇങ്ങ് വാ. ഓ, ഉത്തമന്റെ വീട് എവിടെയാ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീടും കൂടുന്നില്ല സാറേ. ഞാനൊരു ആകാശപ്പറവയാ. അമ്മ എന്നൊക്കെ പറയുന്നത് ഒരു ഓർമ്മ മാത്ര, വ്യക്തമല്ലാത്തൊരു ഓർമ്മ. അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിൽ എവിടെയോ ഒരു അച്ഛനുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 6-7 വയസ്സ് മുതൽ ഞാൻ ഇവിടെ തന്നെ. ഇവിടുത്തെ സാറന്മാർക്ക് ബീഡിയും മുറുക്കാനും സിഗരറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത അങ്ങനെ ഇവിടത്തെ ഒരാളായിട്ട് താമസം ഇവിടെ തന്നെയാ. അപ്പൊ കിടപ്പ് ലോക്കപ്പിലാണോ? അയ്യോ അല്ല സാർ, ഇടിവിട്ട് മഴയും വരും അതിനകത്ത് കയറി കിടക്കും. ലോക്കപ്പ് ഫ്രീ ആണെങ്കിൽ മാത്രം. അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഇവിടെയാണ് എന്റെ സ്ഥിരതാമസം. ഈ വാട്ടർ ടാങ്കിന്റെ ചോട്ടില്. ഇവിടെ ആവുമ്പോ എപ്പോഴും ഒരു നോട്ടം കിട്ടേ. ഉത്തമ എന്നൊന്ന് വിളിച്ചാ എന്തോന്ന് വിളിയേക്കാൻ എളുപ്പമാ. കേറ്. എന്തിനാണ് സാർ? കേറ്, പറയാം. ഓ, ഇനി എന്ത് വേണം സാർ? അവിടെ ഇരിക്കുന്ന നിന്റെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം എടുത്തോ. ഓ, ഇവിടുന്ന് ക്വാർട്ടേഴ്സിലേക്ക് മാറി. ഓ, എല്ലാം എടുത്തോ? ഓ, ഒന്നും മറന്നിട്ടില്ല? ഇല്ല സാർ. എന്നാ വാ. ഉത്തമ. ഓ, ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണല്ലോ. ഇത് 2 കൂട്ടർക്കുള്ള സ്ഥലമാണ്. ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ ക്രിമിനൽസ്. മൂന്നാമതൊരാൾക്ക് ഇവിടെ ചാൻസ് ഉണ്ടോ? അതില്ല സാർ. അതുകൊണ്ട് ഇന്നു മുതൽ ജീവിക്കാൻ നല്ലൊരു ജോലിയും താമസിക്കാൻ പുതിയൊരു സ്ഥലവും കണ്ടെത്തിക്കൊള്ളുക. പൊയ്ക്കോ. സാർ, ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത്, മനസ്സിലായോ? സാർ സാർ ദൈവം ഇതെന്നെ പറഞ്ഞല്ലോ, നിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല. അയ്യോ സാർ, ദൈവത്തോർത്ത് അങ്ങനെയൊന്നും. എനിക്ക് ഈ ഉത്തമനി പോലീസ് സ്റ്റേഷൻ വിട്ടൊരു ജീവിതമില്ല സാർ. സാർ, ഞാൻ ഈ കാലി പിടിക്കാം. എന്റെ ഒക്കെ ഈ പോലീസ് സ്റ്റേഷനാ. എനിക്കുള്ളവരൊക്കെ ഇവിടെ ഉള്ളത്. ദൈവം ഇതെന്നെ പറഞ്ഞേക്കരുത് സാർ. ഇനി ഈ കോമ്പൗണ്ടിൽ എങ്ങാനും നിന്നെ കണ്ടാൽ പോലീസ് എന്താ പോലീസ് സ്റ്റേഷൻ എന്താന്ന് നീ മനസ്സിലാക്കും. സാർ, ഞാൻ വേണ്ട മോളെ. നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവനെ തല്ലിക്കൊന്നാലും ഇത്രയും സങ്കടമില്ലായിരുന്നു. അതിനേക്കാൾ വേദന പിടിച്ച കാര്യമല്ലേ അയാൾ ചെയ്തത്? നാളെ ഡോക്ടറെ കാണാൻ പോകാനുള്ളതാ. നിങ്ങൾ പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് SIയെ കണ്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാലോ? ഞങ്ങള് പോലീസുകാരല്ല, വകുപ്പ് മന്ത്രി പറഞ്ഞാൽ പോലും അയാൾ കുലുങ്ങില്ല. പിന്നൂരിയ ബോംബ് പോലെ അയാളുടെ നിപ്പും ഭാവവും നടപ്പും രീതിയൊക്കെ ഏത് നേരത്തായി എപ്പോഴാ പൊട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ആ പയ്യനില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നേരത്തിന് സ്കൂളിൽ പോവോ വരുവോ? അരി മീന് നേരത്തിന് കിട്ടോ? ഈ മനുഷ്യനെ കൊണ്ട് എന്തിനു കൊള്ളാം? പിള്ളേര് 3 എന്നിട്ട് എന്നെ കൊണ്ട് എന്തിനു കൊള്ളാമെന്നു ഒറ്റ ഒന്നും മിണ്ടാതിരിക്കും. എന്തായാലും ഉത്തമൻ ഇവിടുന്ന് പോയതോടെ ഈ ക്വാർട്ടേഴ്സിലെ കാര്യങ്ങളാകെ അവതാളത്തിലായല്ലോ ചെറിയാൻ സാറേ. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അവനെ പിടിച്ച് പുറത്താക്കിയേ. ചെറിയാനെ ആ കൊച്ചൻ എന്തിയടാ? കുറത്തിത്തോടിന്റെ 3-ാം കടവിന്റെ തൊട്ടടുത്തൊരു അലക്കുകല്ലില്ലേ? സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവൻ അവിടെ പോയിരിക്കും. അലക്കുകാരി ആയിരുന്ന അവന്റെ അമ്മ കുഞ്ഞുനാളിൽ അവനെ കഴുകി കുളിപ്പിച്ച് ആ കല്ലിന്മേലിരുത്തി തുണി നനയ്ക്കുന്നത് അവന് കണ്ട ഓർമ്മയുണ്ട് അത്രേ. ഉത്തമേട്ടന്റെ തല. എടാ, ഉത്തമേട്ടന്റെ തല മാത്രല്ല,
ബാക്കി മതിലിന്റെ അപ്പുറത്ത് കാണും. ആർക്കറിയാം ആ എസ് ചെറുത്താൻ പാവത്തിന്റെ തലയും വെട്ടി മതിലിന്റെ മുകളിൽ വെച്ചാണെന്ന്. അല്ല ജീവനുണ്ട്, ദേ ചിരിക്കണോ? പാമ്പാവോ? വേണ്ട, പോയിക്കോ. ഞാൻ പോവില്ല. അകത്തുണ്ടെന്ന് പോ. ഞാൻ അങ്ങോട്ട് വരും. പോവാൻ ചീർപ്പവിടെയാണ്. ഉത്തമ സുഖാണോ? സുഖാണോന്ന്? ഇത്തിരി ഉത്തമോ പോലീസുകാർ ഞെട്ടിക്കോ അല്ലേ? പക്ഷെ ഇപ്പൊ ഞെട്ടിയത് നീ ആയിപ്പോയി. അങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞല്ലേ? ആ പറഞ്ഞു. പിന്നെന്താ സ്റ്റേഷന് മുമ്പിൽ കിടന്ന ഒരു തെക്ക് വടക്ക് ഉത്തമനെ സ്റ്റേഷനിൽ തിരിച്ചു കയറിയാ കൊള്ളുന്നുണ്ട്. അത് നിന്റെ പെട്ടതല തല്ലി പൊളിച്ചിട്ടാക്കരുത്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? തമാശയാവാം, പക്ഷെ അത് അമ്മയ്ക്ക് വായുളി ഉരയ്ക്കുന്ന സമയത്ത് പറയാനുള്ളതല്ല. ഉത്തമ എന്തരാണടേ നീ ആളുകളൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയ? എന്തേന് പോലീസുകാരെ ചീത്ത വിളിക്കുന്ന കേൾക്കണോ? ചെല്ലുന്നിടത്ത് നിന്ന് പോവാ ചില നമ്പറുകൾ പോലീസുകാരന്മാരെ പതിവാണ്. എസ് ഐ സാറിന്റെ കാര്യം നീ അങ്ങനെ എടുത്താൽ മതി. ആണോ? എന്നാ നിന്ന് പോകുന്നിടത്ത് നിലനിന്ന് പോനെ ഉത്തമനിന് ചില നമ്പറുകളൊക്കെ കാണിക്കും. ഇനി അങ്ങോട്ടുള്ള എന്റെ കാര്യമൊക്കെ അങ്ങനെ എടുത്താൽ മതി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലണ്ടെന്നല്ലേ സാറ് പറഞ്ഞുള്ളൂ. ക്വാർട്ടേഴ്സിലേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കാം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാം, കുട്ടിക്ക് ചോറ് കൊടുക്കാം, കുട്ടികളെ ചന്തി കഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ഇവരൊക്കെ പഠിച്ച എസ് ഐയും എസ് പിയും ഐ ജി ഒക്കെ ആയിട്ട് എന്നെ ഈ നാട്ടിൽ തന്നെ തല്ലി ഓടിക്കാൻ. അങ്ങനെ ഇപ്പൊ കുട്ടികൾ പഠിക്കുകയും വേണ്ട, ക്വാർട്ടേഴ്സിൽ ആരോട്ട് പെടുക്കുകയും വേണ്ട. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബോംബ് കേട്ടോ? ബോംബ്, നാടൻ ബോംബ്, ബെൽറ്റ് ബോംബ്, കുഴി ബോംബ്, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഒരെണ്ണം മേടിച്ചിട്ട് ആരെയും കെട്ടി ഞാൻ എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കുനിഞ്ഞൊന്ന് വന്നിക്കും. അപ്പൊ കാണാം. അങ്ങനെ ഞാൻ ഇല്ലാത്ത സ്റ്റേഷനിൽ ഒരു പുല്ലുകളും ജീവിക്കണ്ട. സ്റ്റേഷൻ പോലെ ഇവിടെ കാണില്ല, പറഞ്ഞേക്കാം ഞാൻ. എന്റെ ഹീറോപ്പനാവാ നീ കയ്യിൽ നിന്ന് പോയാടേ. എന്താടോ പിള്ളേ? അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു. പേടിപ്പിക്കല്ലേ?